നോക്കാം അതിന്റെ ഉള്ളില്. അങ്ങനെ ഉണ്ടാവും. ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഇല്ല ഇത് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാവും. ബാഗ് കൊടു നോക്ക്. അവിടെയാണ് കുഞ്ഞുങ്ങളുണ്ടാവുക. പക്ഷെ ഇത് കുഞ്ഞുങ്ങളില്ല, അത് ആണാണ് തോന്നുന്നത്. കൈകൊട്ടി കളിക്കുന്നുണ്ട്. ഞണ്ട് കൈ തപ്പ് കൊട്ടുണ്ണി, തപ്പ് കൊട്ടുന്നു ഞണ്ടിനെ കൊണ്ട്. ഇന്നത്തെ വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ തുടങ്ങല്ലേ? ഇന്ന് എന്താന്നറിയോ, ഇന്ന് ജോലി സ്ഥലത്ത് എത്തിയപ്പം അവിടെ നെറ്റില്ല കേട്ടോ. നെറ്റില്ലാതെ ഒരു കാര്യം നടക്കില്ല. അപ്പൊ ലീവായി. അപ്പൊ ഇവിടെ വന്നു കുഞ്ഞേ കത്തി വാങ്ങാതെ. അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ എന്താ, ഇന്നലെ കിട്ടിയൊരു ചക്ക ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ വിചാരിച്ചു ഏതായാലും ലീവല്ലേ, ഇന്നലെ ഒരുവിധം പണികളെല്ലാം ഇന്നലെ കഴിഞ്ഞാൽ മുറ്റം അടിച്ചിട്ടില്ല കേട്ടോ ഒന്ന്. അപ്പോൾ ചക്ക വെട്ടി പൊരിക്കാമെന്ന് വിചാരിച്ചു. വറക്കാം, ചക്ക വറുത്തത് ഉണ്ടാക്കാം മുമ്പിൽ. അപ്പോൾ ഇന്ന് ഒരു ലീവ് കിട്ടിയതല്ലേ, ചിലപ്പോൾ നമ്മളൊരു ഫ്രണ്ട് വരും. കൊടു വെട്ടണ്ട, അമ്മ വെട്ടിയിട്ട് ഫ്രണ്ട് അപ്പം നമ്മള് പണിയൊക്കെ കഴിഞ്ഞാലേ നമുക്ക് പോവാം. മുറ്റം ഒന്ന് അടിച്ചു വരാൻ. അല്ല, അപ്പൊ ഉറുമിയിൽ അന്ന് നമ്മള് എല്ലാരെയും കൂട്ടുകാരായിട്ട് പോയില്ലേ, അവിടെയാ വണ്ടി കയറുവോ അറിയില്ല, നോക്കാം. അപ്പൊ ഞങ്ങൾ ചക്ക വെട്ടട്ടെ. കുഞ്ഞൊന്ന് മാറി, ഇത് കൂടി ശേഷം വിട്ടുന്നേ. പച്ചയാണല്ലോ. പച്ചയാ വറക്കാൻ. കുടു മാറിക്ക്, മറയാതെ മാറിക്ക്. അയ്യോ കയ്യിലാക്കണ തുടങ്ങി. അതാ ചകിരി എടുക്കും കുടു. കൈ വെള്ളയാക്കാതെ ഇളക്കല്ലേ, ഇളക്കി പിടിക്കല. ചക്ക ഇതാണ്ട ചക്ക. ഇനി ഒന്ന് പോസ് ചെയ്ത്. അപ്പോൾ ഒരു ചേരുത്തുപ്പ് എടുക്കുക, ചേരുത്തുപ്പ് എടുക്കുക. എന്നിട്ട് ചക്ക വിളഞ്ഞ് ഇങ്ങനെ അങ്ങോട്ട് ഉപ്പുക. കണ്ടോ കണ്ടോ കണ്ടോ, സുന്ദരിയായി സുന്ദരിയായി. ഇനി ഇത് വെട്ടാം. മറിക്ക് ലേശം വിട്ടുന്നു കേട്ടോ കുടു. കണ്ടോ കണ്ടോ കണ്ടോ, ഇത്ര പണിയേ ഉള്ളൂ ചക്ക വെട്ടാൻ. ഞാൻ ചക്ക വെട്ടുമ്പോൾ ഉണ്ടല്ലോ, ആദ്യക്കൂട്ടനെ എന്നിട്ടോ വീഡിയോ പിടിച്ചിരുന്നത്. അപ്പം അവന് കളിക്കാൻ പോകണമെന്ന് ആഗ്രഹമുണ്ട് കേട്ടോ. മോനുച്ചും കൂട്ടുകാരൊക്കെ കളിക്കാൻ പോയി. അപ്പോൾ അവന് പോകണമെന്നും ഉണ്ട്. ഇട്ടിട്ട് പോവാം. അമ്മ തരാം, ഇപ്പം തരാം. ഞാനിത് വീഡിയോ പിടിച്ചു തരാതെ പോയ അമ്മയ്ക്ക് സങ്കടമാവൂലേ എന്നൊക്കെ കേട്ടോ അവൻ ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ അവനോട് പറഞ്ഞ സാരമില്ല, ആദ്യക്കൂട്ടം കളിക്കാൻ പോയിക്കോ, ഞാനിത് ചക്ക ഇങ്ങനെ ഇനിയിപ്പോൾ ഒന്നും ഇല്ലല്ലോ, ചക്ക വെട്ടിയിടാനല്ലേ ഉള്ളൂന്ന്. അപ്പോൾ അവന് മീൻ പിടിക്കാൻ എന്താ തുണി വേണം. അപ്പോൾ ഇവരിത് പേരമരത്തിൻ്റെ മുകളിലൊക്കെ കെട്ടിയൊരു കമ്പിളിപ്പുതപ്പ് ഉണ്ടായിരുന്നു. എന്നിട്ട് ഇപ്പം മീൻ പിടിക്കാൻ അതും കൊണ്ടാണ് പോണത്. ഇതും കൊണ്ടൊക്കെ പോയാൽ മീൻ കിട്ടുമെന്ന് ഞാൻ അവനോട് ചോദിച്ചു. പറഞ്ഞു ഓ അമ്മ കിട്ടുന്നു. എന്നാൽ അങ്ങോട്ട് കത്രിക ഇങ്ങോട്ട് താ, ഞാൻ മുറിച്ച് തരാം. ഇങ്ങോട്ട് കൊണ്ടുവരാം. എവിടെയാണ് മുറിക്കണ്ടേ? വേഗം കാണിക്കുക, സമയം പോണു. ഇനി അങ്ങ് വലിച്ചാൽ മതി. അങ്ങോട്ട് മാറി ഇന്ന് വലിക്കുക, എല്ലാത്തിലുള്ള പൊടിയൊക്കെ ഇങ്ങോട്ട് ചാടുന്നു. ഇതിപ്പോൾ മീൻ പിടിക്കാനാ? ഇന്നത്തെ കറിക്ക് മീൻ ഉണ്ടാവുമോ? ഞങ്ങൾ ചക്ക വെട്ടിയിട്ട് അമ്മയും കൊടുവും ചക്ക നന്നാക്കാം. ബാ, ഞാനിവിടെ ചക്ക അരിയാൻ ഇവിടെ സമ്മതിക്കുന്നില്ല കേട്ടോ. കൊടു ആട്ടമ്മ ആട്ടമ്മ എന്ന് പറയുകയാണേ.
എന്തായാലും കുറച്ച് പുഴുങ്ങാനുള്ള ചക്ക അടുപ്പത്ത് വെച്ചോട്ടോ. ഇനി വറക്കാനുള്ളവ ചക്ക റെഡിയാക്കട്ടെ. ഒരു ചട്ടകത്തിൻ്റെ അവസ്ഥ നോക്കൂ, പകുതിയേ ഉള്ളൂ. ഓരോ പ്രാവശ്യം ഓരോ ചട്ടകം ഇങ്ങനെ പൊട്ടും കേട്ടോ. അങ്ങനെ ചക്ക പുഴുക്ക് റെഡി ആയിട്ടുണ്ട്. അവധി ദിവസവും ചക്കപ്പുഴുക്ക്, മോരുകറി. രാവിലെ ഇന്ന് പോവാനുള്ളത് കൊണ്ട് ഇന്ന് രാവിലെ ഞാൻ മോരുകറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. മോര് പിന്നെ അത് എടുത്ത് വെച്ചാൽ എടുക്കത് വെള്ളം അങ്ങോട്ട് കളഞ്ഞാൽ അപ്പം കിട്ടും. അപ്പോൾ ചക്കപ്പുഴുക്ക് കഴിക്കാം, വരൂ. എനിക്ക് ഇങ്ങനെ നിൽക്കണം കേട്ടോ ചക്ക. ചിലർക്ക് ഇങ്ങനെ ചക്കപ്പുഴുക്കും മോരുകറി, ചക്കയും മോരും. എന്നറിയോ, ഇവിടെ ഒരു സംഭവം നടക്കുന്നുണ്ട്, കാണിച്ചു തരാം കേട്ടോ. മീൻപിടുത്തല്ല കേട്ടോ, ഞണ്ടുപിടുത്താണ്. ഇതാണ് എൻ്റെ കൂട്ടുകാരൊക്കെ ചോദിക്കല്ലേ, രാധിക ഇതാണ് രാധിക. ഞണ്ട് പിടിക്കുന്ന ആളാരാന്ന് കാണണ്ടേ? അതാ അവള് തന്നെയാണ് ഞണ്ട് പിടിക്കുന്നത്. ഞണ്ടിനെ പിടിക്കും. ഞാൻ പണിയെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ വീട്ടിലിരിക്കുമ്പോൾ ഇവളിതാ ഞണ്ട് പിടിക്കാടി വാടി എന്ന് പറഞ്ഞ് വിളിച്ചപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞണ്ട് പിടിക്കണത് കാണുന്നത്. മീൻ പിടിക്കാനൊക്കെ ചെറുപ്പത്തിൽ പോയിട്ടുണ്ട് കേട്ടോ, കുറേ മീൻ പിടിക്കാനൊക്കെ പോയിട്ടുണ്ട്. പക്ഷെ ഞണ്ട് പിടിക്കാൻ പോയിട്ടില്ല. എന്നാൽ പിന്നെ ഇന്ന് കാണാമെന്ന് വിചാരിച്ച് ഇറങ്ങിയതാട്ടോ. പുള്ളിക്കാരി സൂപ്പറാട്ടോ ഞണ്ട് പിടുത്ത്. അവളതിങ്ങനെ ഇട്ട് കൊടുക്കും, പൊന്തി വരുന്നുണ്ട് ഞണ്ട്. ആഹാ, എൻ്റെ ഫോണിന് ക്ലിയർ ഇല്ല എനിക്ക് തോന്നുന്നു. ഒരാളതാ കൈയിട്ട് പുറത്തേക്ക് കൈയിട്ട് നിൽക്കുന്നു. പുറത്തേക്ക് എടുക്കണമെന്ന് കാണണ്ടോ? അതെ, കടിക്കുന്നില്ല സാധനം. കടിക്കുവോ? അല്ല, ഇതിലോട്ട് കടിക്കുന്നില്ലെന്ന് പറഞ്ഞു. കുറച്ചുകൂടി കാനം വേണമല്ലേ? എടാ ആടി ആ പൊത്തിലൊക്കെ ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ഇറങ്ങിയിട്ട് ഇത് ഇങ്ങനെ സംഭവം എനിക്ക് അറിയും കൂടിയില്ല. ആദ്യം ബക്കറ്റ് ഇങ്ങോട്ട് കൊണ്ടുപോട്ടോ. തീരെ ചെറുത് കേട്ടോ. എവിടെ നോക്കട്ടെ, ചെറുതായിപ്പോയി. എന്നാലും കുഴപ്പമില്ല, ചെറുതിന്ന് തുടങ്ങി വലിയതിലെത്തും. കഞ്ചാതി ഇത് ചെറിയ ഞണ്ടാടി. ഇവരെ നമുക്ക് വളർത്താം അല്ലേ? ഇവരെ നമുക്ക് വലുതാവുന്നോടെ വരെ വളർത്താം. ഇത് കടിക്കുവോടി, ഇറുക്കുവോ? അമ്മോ പേടിയാണോ? എമ്പേ ഈ സാധനം അവിടുന്ന് ഇങ്ങനെ ഈ അറ്റം വരെ കൊണ്ടുവരുമ്പോൾ അതിലൊക്കെ ഇറങ്ങി വരുന്നുണ്ട്. എത്ര ഞണ്ട് ഇറങ്ങി വരുന്നേ! ഇവിടെയൊക്കെ ഞണ്ട്, 1 2. പക്ഷേ ഇതിലങ്ങനെ കാണിച്ചു തന്നിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നില്ല. പക്ഷെ ഞണ്ടുകളൊക്കെ പുറത്തേക്ക് വരുന്നുണ്ട്. എനിക്ക് അത്ഭുതം. മനസ്സിലാണ് പിടിക്കാനാണ്. കല്ലിൻ്റെ ഓർമ്മ പറഞ്ഞത് അതിന് വന്നത് ഇറങ്ങി ഇത് പിടിച്ച അവനെ ഞങ്ങൾ തൽക്കാലം ഇവിടെ ഒരുത്തനുണ്ട്. ഇവിടെ ഒന്നല്ലല്ലേ ഡി, 2 3 എണ്ണം ഉണ്ട് അല്ലേ? അവർ നമ്മളെ പറ്റിക്കുക. എന്നാൽ ഞങ്ങൾ സ്ഥലം മാറി, ഞങ്ങളൊന്ന് താഴേക്ക് പോയി നോക്കട്ടെ. എന്തായാലും ഇന്നൊരു വമ്പൻ ചാകര ഞങ്ങൾക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കാം. അതെ, പോണ പോക്കിലൊന്ന് കിട്ടിയാലോ. ഇങ്ങനെയാണ് ഞണ്ടിനെ പിടിക്കുക. ഇത് മണപ്പിക്കുന്നല്ലേ? കുറേ ഉണ്ടോ?
എന്താ ഞണ്ട് പിടുത്തക്കാരെല്ലാവരും വലിയ ഞണ്ടുണ്ട് എന്ന് പറയുന്നു. ഞാൻ ഈ ഞണ്ട് പിടുത്തക്കാരിൻ്റെ പുറകെ പോവാണ്. എവിടെ വരെ പോവും? ഞങ്ങൾക്ക് ഒന്ന് കിട്ടിയുള്ളൂടി പെണ്ണെ. സംഭവം ഇവിടെ കാണാനൊക്കെ നല്ല സൂപ്പർ ഭംഗിയുണ്ട് കേട്ടോ. എനിക്കിന്ന് വയ്യ, അല്ല ഞാൻ വെള്ളത്തിലിറങ്ങിയാൽ വയ്യടി. വെള്ളത്തിലിറങ്ങാൻ വയ്യ, അല്ല ഞാൻ വെള്ളത്തിലിറങ്ങിയാൽ. ആ എല്ലാവരും ഒരു സ്ഥലത്തെത്തി. എന്താ മോനിച്ചൊക്കെ ഞണ്ട് പിടിക്കാൻ അവന് ഇടുന്നുണ്ട്. മോനിച്ച എന്താ പരിപാടി? അതാ തീറ്റയും കൊണ്ട് പോയോ? അത് തീറ്റയും കൊണ്ട് പോയി. എടാ വലിക്കടാ മോനിച്ച് നോക്കിക്കാണ്ട്. എടാ വലിയടാ, എടാ വലി. ഞാൻ അങ്ങോട്ട് നോക്കിയിട്ട് എടാ വലിയടാ വലി. എടാ പിടിച്ചു വെച്ചേക്കടാ. നിങ്ങൾ 2 പേര് വലിച്ചിട്ട്. അപ്പം ഞണ്ടിനാണ് ആരോഗ്യം കൂടുതൽ. എടാ മോനിച്ചേ അമ്മയോട് ആണോ? കൊണ്ടുപോവാ ഞണ്ടിനി അയക്കോ? ആണേ ഇറങ്ങാതി. ആദ്യം അങ്ങോട്ട് ഇറങ്ങി, വെള്ളത്തിലേക്ക് ഇറങ്ങി. കല്ലിളക്കി നോക്കിക്കോ. മിണ്ടല്ലേ. അയ്യോ അതിനെ നോക്കിക്കൊണ്ട് വന്നത് കണ്ടോ അവള്? എടീ ബാഹുബലി. രണ്ടും അറ്റത്ത് പോയിക്കണേ. അതാ വേര് ഈ വീഡിയോയിൽ കാണുമ്പോഴും അത്ര പോരാ. പക്ഷെ എനിക്കിങ്ങനെ അതിൻ്റെ അടുത്ത് അതിനെ ഇങ്ങനെ അല്ലാതെ കാണുമ്പോൾ ആ വേരുകളൊക്കെ എന്തോ ഒരു പ്രത്യേകത. പാവം കൂടും. അവൻ എത്ര നേരമായി? ഇപ്പോൾ ഒരു അരമണിക്കൂറായിട്ട് അവൻ ആ ഓട്ടോറിക്ഷയിൽ തന്നെ ഇരിക്കുന്നു. ഞങ്ങൾക്ക് 1 മണിക്കൂറൊക്കെ ഞങ്ങൾ വിചാരിച്ചുള്ളൂ കേട്ടോ. 1 മണിക്കൂർ സമയം ഉള്ളൂ. അതിനുള്ളിൽ കിട്ടുന്ന ഞണ്ടിനെ പിടിച്ചിട്ട് പോവും. ഡീ എൻ്റെ വാ തുറന്നാൽ ഞണ്ട് പോവും. ഇനി എന്തിനു നീ എന്നെ വിളിച്ചു വരുത്തിയിട്ട് കാര്യം? ഈ പിള്ളേരുണ്ടല്ലോ എല്ലാം വിവരം കൂടി ഞണ്ടുകളാണെന്ന് പറഞ്ഞ് ഞങ്ങൾ വേറെ സ്ഥലത്തേക്ക് മാറിയിരിക്കുന്നു അല്ലേ? ഇവിടെ വിവരം കുറഞ്ഞ ഞണ്ടുണ്ടോ അല്ല ബുദ്ധി കുറഞ്ഞ ഞണ്ടുകൾ ഇവിടെ ഉണ്ടോ നോക്കട്ടെ എന്നും പറഞ്ഞാൽ വന്നത് സംഭവം. ഓ ഞണ്ടിനെ പിടുത്തക്കാരാണെല്ലാം. ഞങ്ങളത് ഫസ്റ്റ് എക്സ്പീരിയൻസ് അല്ലേ മോറ്റാ അല്ലേ? ഫസ്റ്റ് അങ്ങനെ പോവാതെ ഒച്ച ഉണ്ടാക്കരുത്. കുടു എന്തിനാ പിടിക്കുന്നേ കുടു? ആ പറഞ്ഞ അമ്മ വിട്ടുതരാം കുടു. അങ്ങനെയല്ല, അവിടെയല്ല കുടു. ഇവിടെ ഇട്ട് വെക്ക്. അവിടെ ഇട്ട് വെക്ക്. വരട്ടെ ഞണ്ട് വരും കേട്ടോ. വിട്ടുക്ക് ലേശം വക്കത്തത് മാറിക്ക്.
കിട്ടിയോ? വലിച്ചു പൊന്തിച്ചോ? കിട്ടിയോ? കൊടുവാണ് പിടിക്കുന്നേ. കൊടുന്ന് അറിയില്ല, അവര് പിടിക്കട്ടെ. ഇട്ട് അങ്ങോട്ട് ചെല്ലു കൊടു, പുറകിലേക്ക് ചെല്ലേ. വലിച്ചോടാ. കുടുങ്ങിയില്ലേ? കുടുങ്ങി. അതാ സാധനം വിട്ടൂല്ലേ. അങ്ങനെ അവസാനം ഞങ്ങൾ പരാജയം സമ്മതിച്ചിരിക്കുന്നു. രാധിക ആകെ എന്താ പറയുക, ഓഫായിപ്പോയി കേട്ടോ. ഒക്കെ ആകെ എന്താ പറയുക, ഞണ്ടിനെ കിട്ടാത്തതിൻ്റെ വിഷമം. അപ്പോൾ കിട്ടിയ ഞണ്ടിനെ ഞങ്ങൾ വളർത്തി ഞണ്ടുപിടുത്തം അവസാനിപ്പിച്ചിരിക്കുന്നു. ഇല്ലടി, അതെ, ഞണ്ടുപിടുത്തം അവസാനിപ്പിക്കല്ലേ. ഞണ്ടുകൾ ഞങ്ങളെ പറ്റിച്ചിരിക്കുന്നു. ആ ഞണ്ടിനെ മനസ്സിലായില്ല. എനിക്ക് പേടിയാട്ടെ. ഞാൻ അവളോട് പറഞ്ഞേടി ആ ഞണ്ടി വന്നിടത്ത് കൈ പിടിച്ചേടീന്ന്. അപ്പോൾ എന്നിട്ട് ഞാൻ കുത്തല് ഇറുക്കോന്ന്. അപ്പം ഉമ്മ വയ്ക്കുന്നു. ഒന്ന് ട്രൈ ചെയ്തത്. നീ ഇവിടെ ഇരുന്ന് ട്രൈ ചെയ്യാൻ നിന്നിട്ടുണ്ടെങ്കിൽ അടി ഭാവി. ഇതിന്റെ ഇടയ്ക്ക് ഒരു വിരൽ വെച്ച് കൊടുക്ക. ഈ ഇറുക്കുന്ന ഈ സാധനത്തിന്റെ ഇടയ്ക്ക്, ഇതിന്റെ ഇടയ്ക്കല്ലേ, രണ്ടാക്കി തരും. അത്ര ഇറുക്കൂലേ? പിന്നെ അല്ലാണ്ട് ഇത് പിന്നെ അത്ര ഇതില്ല. വലുതിന്റെ അതിന്റെ കയ്യിലൊക്കെ വെച്ച് കൊടുക്കണം. നല്ല സുഖം ഉണ്ടോ? തപ്പ് കിട്ടുന്നേ എന്റെ കുട പോകുന്നത്. തപ്പ് പൊട്ടി, ഞണ്ടിനെ കൊണ്ട് തപ്പ് പൊട്ടിയത്. കൈകൊട്ടി കളിക്കുന്നുണ്ട്. കൊടു ഞണ്ട് കൈ തപ്പ് കൊട്ടുണ്ണി, തപ്പ് കൊട്ടുന്നു ഞണ്ടിനെ കൊണ്ട്. തപ്പ് കൊട്ടുണ്ണി, തപ്പ് കൊട്ടെ, അപ്പം തിന്നാൻ തപ്പ് കൊട്ടെ. അവന് ചിരി വരികയാടി. ഞണ്ടി നോക്കട്ടെ. കൊട ഇതൊക്കെ കൊടു. ഞണ്ടിനെ ചേച്ചി കൈ പിടിച്ചത്. ഇനി ഞാൻ ഒരു തുറന്ന് ഞോണ്ടി നോക്കട്ടെ. ഇത് ബാഗ് ഓർക്കാൻ പറ്റും. ഇതേ സംഭവം ഇരുന്ന് ചെളിയായിട്ടുണ്ട്. ഒന്ന് തേച്ച് കഴുകി കുളിപ്പിച്ചെടുക്കണം. ആ സോപ്പൊക്കെ ഇട്ട് തേക്കണം അല്ലേ? കുളിക്കണം. നീ എന്താ കുളിക്കാത്ത? കുറെ ദിവസമായല്ലോ മേടിച്ചിട്ട് കുളിപ്പിക്കണം. 24 മണിക്കൂർ വെള്ളത്തിൽ കിടന്നിട്ട് കുളിക്കാൻ സമയം കിട്ടും. കുഞ്ഞുങ്ങളുണ്ടോന്നൊക്കെ അതിന്റെ ഉള്ളില് അങ്ങനെ ഉണ്ടാവും. ഓപ്പറേഷൻ ചെയ്ത് നോക്കാം. ഇല്ല ഇത് ഇവിടെ കുഞ്ഞുങ്ങളുണ്ടാവും. ബാഗ് കൊടു നോക്ക്. അവിടെയാണ് കുഞ്ഞുങ്ങളുണ്ടാവുക. പക്ഷെ ഇത് കുഞ്ഞുങ്ങളില്ല, അത് ആണാണ് തോന്നുന്നത്. അങ്ങനെയൊക്കെ ഉണ്ടടി. പിന്നെ ഇതിനുള്ളില്ല കുഞ്ഞുങ്ങള് കിടക്കുന്നത്. ഞങ്ങൾ ഇടയ്ക്ക് അങ്ങ് തുറന്നു നോക്കാം. ഇല്ലേ കൊറേ വരും, ഒരു ലോഡ് ആണോ ഇവർക്കെന്നായിരിക്കും. ദൈവമേ, ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഞണ്ടിനെ ഇങ്ങനെ സമ്മതിച്ചു മോളെ. മുറിച്ചിന് തരും. ഇത് കൊണ്ടുപോയി പച്ചക്കറി അരിയാനൊക്കെ ആയിട്ട് നമുക്കൊരു സഹായിയാണ്. ഇതിന്റെ കയ്യിൽ ഇങ്ങനെ ഇടയ്ക്ക് വെച്ച് കൊടുക്കുക. പക്ഷെ മുറിച്ചിങ്ങോട്ട് തരൂലെന്ന് മാത്രം. അവിടെ പിടിക്കുള്ളൂ. ഇച്ചിരി പണിയാണ്. ഒന്ന് കൈവരൽ വെച്ചെടുത്തൊക്കെ പോയിട്ട്. നിനക്ക് ധൈര്യം ഉണ്ടോ ഇങ്ങനെ പിടിക്കാൻ? ഞാൻ പിടിക്കും, എനിക്ക് പേടിയാ. നിനക്ക് ധൈര്യം ഉണ്ടോ? ഇത് പിടുന്നില്ലല്ലോ. അത് കോലും കൊള്ളിയൊക്കെ എടുത്തിട്ടാണ് പേടിച്ചു പോയി. ആദി നിനക്ക് ധൈര്യം ഉണ്ടോടാ ആദ്യം ഞണ്ടിനെ പിടിക്കാൻ? ഞാൻ ചെറുതായിട്ട് ഷെയ്ക്കാൻ്റെ ഒക്കെ കൊടുത്തു. എല്ലാരും പുതിയ അതിനെ നമുക്ക് പരിചയപ്പെടാം. അത് നല്ല രസല്ലേ? നല്ല രസമുണ്ട്. ഉണ്ടോ? അതൊക്കെ ശരി. ഈ ക്ലിയർ ഇട്ടതുണ്ടോ? ആ ഉണ്ടടി. അയ്യോ
അടിപൊളി. എനിക്ക് ചെറിയ ഞണ്ടി പിടിക്കട്ടെ കേട്ടോ. അതിന്റെ ചൂണ്ടയിലൊരെണ്ണം കുടുങ്ങിയിട്ടുണ്ട്. അമ്പടാ മിടുക്ക ആദിക്കുട്ടാ. ആദിക്കുട്ടനും ചേച്ചി അപ്പൊ ഞണ്ടിനെ പിടിച്ചുള്ളൂ. ആദിച്ചേട്ടായി ഒന്നിനെ പിടിച്ചേ. ഈ 3 ആൾക്ക് പാലും ചോറും കൊടുത്ത് വളർത്തണേ. പാലും പഴവും അല്ലേ? എന്നാ പോവല്ലേ നമ്മള്? ഇനി പിടിക്കുന്ന ഞണ്ട് കറി വെച്ചിട്ട് ചോറും തരാം അല്ലേ? ആദി പോവല്ലേ? മോൻ്റെ പോവാ. എന്നാ ഞങ്ങൾ പോട്ടേടി. 3:30 ആവാനായി. എപ്പോഴാ ഇറങ്ങിയ ഞങ്ങള്? 2 മണി കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഇറങ്ങിയില്ലേ? 1.5 മണിക്കൂർ. കിട്ടിയ ഞണ്ടിനെ രാധിക 2 എണ്ണത്തിനെയും പിടിച്ചു, ആദിക്കുട്ടൻ 1-നെയും പിടിച്ചു. അങ്ങനെ കിട്ടിയതിനെ അവർ വളർത്തട്ടെ, വളർത്തി വലുതാക്കട്ടെ. ഞങ്ങൾ പോട്ടെ കേട്ടോ. കല്യാണത്തിന് ക്ഷണിക്കാന്ന് എടി. അപ്പോൾ ഞങ്ങൾ പോട്ടെ ചേട്ടാ. അപ്പം ഞങ്ങളുടെ ഞണ്ട് പിടുത്തത്തിൻ്റെ അപാരത കണ്ട് സഹിച്ച എല്ലാ കൂട്ടുകാർക്കും ബിഗ് താങ്ക്സ് കേട്ടോ. താങ്ക് യു.